ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നറിയാവോ? അരീക്കൽ വാട്ടർഫോൾസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പോയത് ഒരു 2 വീക്സ് മുന്നേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ കുറവായതിനാൽ അത്ര അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് സേഫായിട്ട് അവിടെ പോയി വെള്ളത്തിൽ ഇറങ്ങാനും വെള്ളത്തിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയിട്ടോ. ദേ ഈ കാണുന്നതാണ് അരീക്കൽ വാട്ടർഫോൾസ്. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതേ വന്നു. ആ പാറയുടെ സൈഡിലൊക്കെ നിന്ന് നമ്മളിങ്ങനെ കളിക്കുകയാണ്. ഹസ്ബൻഡും കുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് വെള്ളത്തിൽ ഭയങ്കര കളിയായിരുന്നു. ഞാൻ പിന്നെ പൊതുവേ അധികം അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാത്തതുകൊണ്ട്, വെള്ളം ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, വെള്ളത്തിലേക്ക് അങ്ങനെ ഞാൻ കടലിലായാലും ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാലും ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കുക എന്നല്ലാതെ ഞാൻ ഒത്തിരി അങ്ങ് വെള്ളത്തിലിറങ്ങി കളിക്കുന്ന ശീലമില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ വെള്ളം കണ്ട പ്രാന്താണ്. അവൾ ഫുൾ എൻജോയ് ആണ്. ആള് കടലിൽ പോയാലും പുഴയിൽ പോയാലും വെള്ളം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഒരു പേടിയില്ല കേട്ടോ. അത് ഒരു കണക്കിന് നല്ല കാര്യമാണ്, നല്ല ഹാബിറ്റാണ്. എന്തായാലും വലുതായി വരുമ്പോൾ അവൾ നീന്തലൊക്കെ ഒന്ന് പഠിപ്പിക്കണം. അപ്പോൾ പഠിച്ചിരുന്നാലും നല്ലതാണല്ലോ സേഫായിട്ട്. പിന്നെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ സാറ്റർഡേ ഒരു ഈവനിങ് ആണ് പോയത്. പക്ഷേ ഹോളിഡേ അല്ലാഞ്ഞിട്ട് പോലും ഒത്തിരി ആൾക്കാരും അതുപോലെ തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ഭംഗി എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഈ വാട്ടർഫോൾസിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര അധികം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ സേഫായിട്ട് ഈ പാറയുടെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാം. അധികം വഴുക്കലും ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ കുഞ്ഞാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കാൻ കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ ഈ ഒരു വെള്ളച്ചാട്ടൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണല്ലേ പട്ടേ ബ്യൂട്ടി. എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് ഇടുക്കി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടുക്കിക്ക് പോകുന്ന ടൈമിൽ ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അടിമാലി വഴിക്ക് പോകുമ്പോഴും പിന്നെ നമ്മൾ മൂലമറ്റം പവർ സ്റ്റേഷൻ ആ ഒരു വഴിയൊക്കെ പോകുമ്പോഴും ചെറിയ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളച്ചാട്ടം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അതിൽ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ ഈ ഇരിപ്പാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനും എണീറ്റു കേട്ടോ. കുഞ്ഞിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് കാല് നനച്ചു. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തന്നെ പോയിട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും എന്തായാലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ. സൂപ്പർ വെള്ളച്ചാട്ടമാണ്. നമ്മുടെ അതിരപ്പള്ളി പോലെ ഒന്നും അത്ര ഡേഞ്ചറായ അല്ലെങ്കിൽ അത്രയും വലിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പോലും ചെറിയ വെള്ളച്ചാട്ടമാണ്. കണ്ടോ, എൻ്റെ കുഞ്ഞ് അവിടെ കിടന്ന് തിമിർക്കാണ്. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് സൂപ്പർ പ്ലേസാണ്. അപ്പോൾ വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മഴയുള്ള ടൈമിൽ വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒത്തിരി വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ ഞങ്ങൾ വന്നത്. കുട്ടികളും കൊണ്ട് വരുന്നത് ഈ ഒരു ടൈമിലായിരിക്കും സേഫ്. കാരണം അധികം വഴുക്കലും ഉണ്ടാവില്ല. നമുക്ക് സേഫായിട്ട് വെള്ളത്തിലിറങ്ങി കളിക്കാനും പറ്റുമല്ലോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 ചെറിയ കടകളേ ഉള്ളൂ. ബജിക്കടയുണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒത്തിരി ദൂരെ നിന്നും ആൾക്കാരെല്ലാം വരുന്നുണ്ട്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൻ്റെ അകത്താണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ഒന്ന് വന്ന് നോക്കണം, കണ്ടു നോക്കണം. അത്രയ്ക്ക് സൂപ്പർ പ്ലേസാണ്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങുവാണല്ലോ. അപ്പം ഇനി ഇതുപോലെ ഈ വാട്ടർഫോൾസും വെള്ളച്ചാട്ടവും ഒക്കെ ഒത്തിരി ഉണ്ടാവും. കാണാനും നല്ല രസമായിരിക്കും. എൻ്റെ കുഞ്ഞാണെങ്കിൽ പോരുന്നുണ്ടായില്ല. ഒരു കണക്കിനാണ് അവളെ എടുത്തുകൊണ്ട് പോകുന്നത്. കണ്ടോ, ഇതുപോലെ ഓരോ പാർട്സായിട്ട് ഇങ്ങനെ വീഴുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നു. കണ്ടോ, വെള്ളം ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ, ഈ കാണുന്നതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂം. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ വീഴുന്നത്. ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഒരിക്കൽ കൂടി താങ്ക് യു.